ഹലാക്കിന്റെ കളിയായിരിക്കുന്ന ഇങ്ങനത്തെ ചില പ്രയോഗങ്ങളുണ്ട്. കളിയാക്കി ഇതാണ് എന്റെ അച്ഛൻ. ഈ സിനിമയിൽ ഞാനൊരു അഹങ്കാരം പറഞ്ഞോട്ടെ. എങ്ങനെയാ കരച്ചിട്ട് പിടിച്ചു നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. അടുത്ത വർഷത്തെ ഏറ്റവും നല്ല ചൈൽഡ് ആർട്ടിസ്റ്റ് നമ്മൾ പോയി കഴിഞ്ഞു. ഈ ഗുരുപാപ്പ എന്ന് പറയുന്ന ഒരു സിനിമ, അത് ഞങ്ങളൊരു 1.5 വർഷം മുന്നേ ഞാനും ബഷീർ കേക്കൊക്കെ നേരിട്ട് കണ്ട് എനിക്ക് സമയത്ത് വേറൊരു സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ കണ്ടത്. അപ്പോഴാണ് എന്നോട് പറഞ്ഞാൽ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ നമുക്ക് ചെയ്യണം. അപ്പം കഥ നമ്മുടെ തന്നെ കഥയാണ്. അവള് ഈ വരുന്ന അവളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഞങ്ങളും അനുഭവിച്ച കുറേ ബുദ്ധിമുട്ടുകൾ, കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു കഥയാക്കി ഒരു സിനിമയായിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഇതിൻ്റെ ശരിക്കും ഇങ്ങനെ നിങ്ങൾ എന്തൊക്കെയാണ് അഭിമുഖീകരിച്ചത് ഈ സമൂഹത്തിൽ നിന്നും, എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞത് ഒരു കാര്യമാണ്, നിറം. ഈ കളറിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് സ്ഥലത്ത് നിന്നും അവഗണനയും മറ്റുള്ള പല കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ശരിക്കും ഞാനും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് തന്നെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കുറേ. ഞാനും ഇങ്ങനെ കത്ത് പോയി അത് പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലത്തു നിന്നൊക്കെ അവൾ ഒരേ സ്ഥലത്തൊക്കെ പോയി നിൽക്കുമ്പോൾ ഒരു അഡീഷണൽ ആയിട്ട് അവൻ കൊടുക്കും എന്ന് പറഞ്ഞ് ഞാനിത് അഭിമുഖിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഈ സിനിമയിലേക്ക് വരുന്നത്. നമുക്ക് ഇതൊരു ബോഡി ഷേമിങ്ങിൻ്റെ ഒരു കാര്യം, അത് നമുക്ക് പറയണം, അങ്ങനെ സിനിമ ആക്കണം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഈ സിനിമ ഓൺലൈനിൽ തുടങ്ങിയത്. അത് ഈ നിമിഷം വരെ വന്ന് തീർക്കുന്നു. അപ്പം ഇതിൻ്റെ പല ഭാഗത്തും ഞങ്ങൾ കഥ ആയി കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവരെല്ലാം ഭയങ്കരമായിട്ട് ഞങ്ങളോട് എൻകറേജ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യണം, നമുക്കിത് നല്ല രീതിയിൽ വരണം. ഈ സബ്ജക്റ്റ് നമുക്ക് വേണമെങ്കിൽ 2 രീതിയിൽ ചെയ്യാമായിരുന്നു. ഒരു ഒരു അവാർഡ് ടൈപ്പ് മൂഡിലുള്ള ഒരു പടമായിട്ട് ചെയ്യാമായിരുന്നു, കൊമേഴ്ഷ്യലായിട്ടും ചെയ്യാമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് നമുക്കിതൊരു കൊമേഴ്ഷ്യലി നമുക്ക് എന്നാലും ജനങ്ങളിലേക്ക് എത്തുള്ളൂ. ഒരു അക്കാഡമിക് മൂവി ചെയ്ത് കഴിഞ്ഞാൽ അത് കാണുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ അതുപോലെ തന്നെ മാർക്കറ്റ് ചെയ്ത് കൊണ്ട് മറ്റുള്ളവർക്ക് എത്തിക്കാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ പ്രേക്ഷകരെ കിട്ടും, കൂടുതൽ ആൾക്കാരായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആണ് ഞങ്ങൾ ഈ സിനിമ ഈ രീതിയിൽ എത്തിച്ചത്. അതാണ് ഗുരുപാപ്പയുടെ ഒരു ചരിത്രം. ജോഷി പറഞ്ഞതുപോലെ അതിൻ്റെ ആ കഥാംശമാണ് ഈ സ്ക്രിപ്റ്റ് അയച്ചത്. സോ ഞാൻ ഹൈദരാബാദിൽ ഷൂട്ട് ചെയ്യുമ്പോഴാണ് അത്. ഞാൻ അന്ന് ഒറ്റയടിക്ക് ഇരുന്ന് ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് വളരെ മൂവിങ്, ഒരു സോൾഫുൾ ആയ ഒരു സബ്ജക്റ്റ്. ആൻഡ് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു അവയർനെസ് മാത്രമല്ല, അത് ഒരുപാട് കോൺഫിഡൻസ്, ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് കൊടുക്കാനുള്ള ഒരു സന്ദേശം ഈ സിനിമയിൽ. അതാണ് എന്നെ ഏറ്റവും അധികം അട്രാക്ട് ചെയ്തത്. കാരണം നമുക്ക് പല പല പ്രശ്നങ്ങളും ഇൻഡിവിജ്വലി പലർക്കും പല കഷ്ടങ്ങളും വിഷമങ്ങളും ഉണ്ടാവും. പക്ഷെ ഇത് ഒരു അവനവന്റെ ജീവിതത്തിൽ നടന്ന, ഇപ്പൊ ജോഷി പറഞ്ഞു, ബഷീർ അദ്ദേഹമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ മകൾക്ക് നടന്ന സംഭവം. അപ്പൊ എനിക്ക് ഭയങ്കര മൂഡായി. അപ്പൊ ഞാൻ വിശ്വസിച്ചു അങ്ങനെ ഒരു തോട്ട്ഫുൾ ഒരു പ്രോസസ് ഓഫ് അത് ഈ മോക്ക് നടന്ന ഒരു സംഭവം അവരൊരു സിനിമയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ആ തോട്ട്, അതിന് നമ്മൾ തീർച്ചയായിട്ടും ഒരു വലിയ അപ്രിസിയേഷൻ വേണം. കാരണം അതിനാണ് ആക്ച്വലി ഹാറ്റ്സ് ഓഫ് ടു ബഷീർ, ജോഷി, ഖാലിദ്, ഓൾ ദ പ്രൊഡ്യൂസേഴ്സ്, അദ്ദേഹത്തിന്റെ ഭാര്യ ജാസ്മിൻ, എല്ലാത്തിനും ഉപരി നമ്മുടെ സ്റ്റാർ കുരുവി. എനിക്ക് ഡബിൾ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് ഈ ബഷീർക്ക തലശ്ശേരിക്കാരനാണ്. അപ്പൊ ഞാൻ അവതരിപ്പിക്കുന്നത് ബഷീറിന്റെ ക്യാരക്ടറാണ്. അപ്പം ഞാൻ തലശ്ശേരിക്കാരനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നപ്പോൾ നമുക്ക് തലശ്ശേരി ഭാഷ കൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാം. ബിക്കോസ് ഒത്തന്റിക് ആ സ്ലാങ് ഉണ്ടല്ലോ, അത് അധിക സിനിമകളിൽ നമ്മൾ കണ്ടിട്ടില്ല. തലശ്ശേരി ഭാഷ അതെ വന്നിട്ടുണ്ടെന്നല്ലാതെ, പക്ഷെ ഇതില് ഈ നോർത്ത് മലബാർ മുസ്ലിം സ്ലാങ് ഭയങ്കര ഇന്നസെന്റ് ആണ്. അവരുടെ ചില യൂസേജസ്, അവരുടെ ചില വാക്കുകള്, ഇമോഷണൽ ആകുമ്പോഴുള്ള ചില എക്സ്പ്രഷൻസ്, അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എനിക്കിത്. ഈ കഥാപാത്രത്തിലൂടെ
കാരണം മുക്ത ചെയ്യുന്ന ഭാര്യ, അതായത് ജാസ്മിന്റെ ക്യാരക്ടർ ഫ്രം നിലമ്പൂർ. സോ അവർക്ക് മലപ്പുറം സ്ലാങ്ങും ഭർത്താവിന് തലശ്ശേരി സ്ലാങ്ങും. സോ അങ്ങനെ ഒരു ഭയങ്കര ഒരു കോമ്പിനേഷൻ. ആൻഡ് കുരുവി ഇസ് നോട്ട് എൻ അതർ ഡിഫറെന്റ് സ്ലാങ്. ഇതിന്റെ ഒരു കമ്പൈൻഡ് വേർഷൻ ആണ് കുരുവിയുടെ ഒറിജിനൽ സ്ലാങ്. സോ അങ്ങനെ നമ്മൾ ആ ഡയലോഗ് മോഡുലേഷൻ ഒക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്തു. ആൻഡ് ജോഷി വാസ് വെരി സപ്പോർട്ടീവ്. ഞാൻ എന്തുണ്ടെങ്കിലും ജോഷിനോട് ചോദിക്കും. ഇപ്പൊ തലശ്ശേരിയിൽ നമ്മള് വളരെ കോമൺ ആയിട്ട് അലാക്കിന്റെ കളി കളിക്കുന്ന ഇങ്ങനത്തെ ചില പ്രയോഗങ്ങളുണ്ട്. അലാക്കിന്റെ കളി എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ഭയങ്കര ടെൻഡർ, ഭയങ്കര ഇന്നസെന്റ് കൈൻഡ് ഓഫ് യൂസേജസ് ആണത്. അങ്ങനെ കുറെ സംഭവങ്ങൾ ഈ പടത്തില് എനിക്ക് ഈ ജംഷീദ് എന്ന് പറഞ്ഞ ക്യാരക്ടറിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റി. അത് ഭയങ്കര സന്തോഷമായിരുന്നു. എടുത്തു പറയേണ്ടത് തൻഹയുടെ പെർഫോമൻസ്. ഞാൻ പടം കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ഡബിങ് സമയത്ത് whatever I saw, this kid is excellent because I was very moved. ഞാൻ ഇന്ന് മോളുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കാണുമ്പോൾ she was saying I didn't have to act because ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ. So that was so touching when this little child said that. അതായത് very professional and as an artist, because see film shooting is not, it's a very serious business, value of time. ഇതൊക്കെ കൊണ്ട് നടക്കുമ്പോൾ അതിന്റെ സീരിയസ്നെസ് ഈ ചെറിയ പ്രായത്തിൽ ഈ മോള് മനസ്സിലാക്കി എന്നുള്ളത് അത് നിങ്ങൾ പണം കാണുമ്പോൾ മനസ്സിലാവും. അത്ര മനോഹരമായിട്ട് തന്നെ അത് അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് ബ്രൈറ്റ് ഫ്യൂച്ചർ. അതുപോലെ ഈ പടത്തിൽ ഓഫ്കോഴ്സ് ഈ ഒരുപാട് പോസിറ്റിവിറ്റീസ് ഉണ്ട്. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഈ ഫംഗ്ഷൻ. ആക്ച്വലി ദിസ് പ്രസ് മീറ്റ് ഹിയർ സിറ്റിംഗ് വിത്ത് ഹർ പടത്തിന്റെ ക്ലൈമാക്സ് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ ആണ്, ഒരു സീക്വൽ ഇൻ റിയൽ ലൈഫ്. ആക്ച്വലി അല്ല, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സീക്വൽ. ബിക്കോസ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് പൂജയുടെ ദിവസം ഷീ ബിക്കേം വെരി ഇമോഷണൽ മൈക്കിന്റെ മുമ്പിൽ വന്നിട്ട്. അതുപോലെ ബഷീർ, ബിക്കോസ് അവരൊക്കെ ഒരു ഭയങ്കരമായിട്ട് പേഴ്സണൽ കണക്ട് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. സോ ആ കണക്ട് ആസ് ആർട്ടിസ്റ്റ് ഞങ്ങൾ അഡാപ്റ്റ് ചെയ്തു. അത് അഡാപ്റ്റ് ചെയ്യാൻ കാരണം ഇറ്റ് ഇസ് ബ്യൂട്ടിഫുള്ളി റിട്ടൺ. ദ സ്ക്രിപ്റ്റ് ഇസ് സോ സോൾഫുള്ളി റിട്ടൺ. സോ ഐ കുഡ് റിലേറ്റ് ടു ഇറ്റ് ആൻഡ് ഒരുപാട് എൻജോയ് ചെയ്തു. അതൊരു 7-8 വർഷത്തിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു പടമാണ്. അത് ഇത്രയും നല്ലൊരു ചിത്രത്തിലൂടെ വരാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ബഷീറക്കയുടെയും എൻ്റെ അടുത്തിരിക്കുന്ന ആള് ജാസ്മിൻ്റെയും മോളുടെയും കഥ പറയുന്ന ഒരു ചിത്രമാണ്. ജാസ്മിൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, മുബീന എന്നാണ്. വിനീതേട്ടൻ ഇപ്പം എല്ലാം പറഞ്ഞപ്പോൾ നിങ്ങൾക്കിപ്പം അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എനിക്കൊരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളൊരു കല്യാണത്തിന് ശേഷം ഞാൻ മിനി സ്ക്രീനിൽ ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു സ്പേസിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാനുണ്ടാവണേ എന്ന് മാത്രമേ എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കുറച്ച് ഇരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു വിപിനങ്ങൾ എന്നാണ് ഞാനൊരു സ്പെഷ്യൽ ടൈം തന്നത്. വിപിനങ്ങളാണ് എന്നെ അല്ലേ വിപിനങ്ങളാണ് എന്നെ ഇതിനകത്തേക്ക് ചൂസ് ചെയ്തത്. അപ്പോൾ വിപിനങ്ങളിനാണ് ഒരു ഫുൾ താങ്ക്സ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ കല്യാണത്തിന് മുന്നേ ആയിരുന്നെങ്കിൽ എനിക്ക് ഈ കഥാപാത്രം വന്നിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലാതെ ചെയ്തു എന്ന് വിനീതേട്ടൻ ഡബ്ബിങ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു. പക്ഷെ കല്യാണത്തിന് ശേഷം ഇപ്പൊ ഒരു അമ്മയായി കഴിഞ്ഞപ്പോൾ ആ അമ്മയുടെ ഇമോഷൻസ് എന്താണ്, അല്ലെങ്കിൽ മോൾ അനുഭവിക്കുന്ന ആ ഒരു ഫീലിങ്സ് ഒക്കെ എന്താണെന്ന് എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഓരോ സീൻസ് ചെയ്യുമ്പോഴും നമുക്കത് അങ്ങനെ ഈ പറയുന്ന പോലെ മോള് പറഞ്ഞ പോലെ അതിനെ അഭിനയിക്കേണ്ട വന്നിട്ടില്ല. അമ്മ ആയതുകൊണ്ട് തന്നെ ആ കുട്ടി എന്തായിരിക്കും ഫീൽ ചെയ്തതെന്ന് എനിക്കത് മനസ്സിലാക്കി തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പൊ നമ്മുടെ ഈ സൈഡിൽ ഇരുന്നിങ്ങനെ എനിക്ക് മനസ്സിലാവും ആ ഒരു ഇപ്പൊ കടന്നു പൊക്കോണ്ടിരിക്കുന്ന ആ ഒരു ഇമോഷൻസ് ഒക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഈ ക്യാരക്ടർ ഇങ്ങനെയല്ല. ഇപ്പൊ ഈ കാണുന്ന ഒരാളെ അല്ല, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വൈഫാണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു അമ്മയാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും അത് ജനങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ പ്രത്യേകിച്ച് വിനീതേട്ടൻ പറഞ്ഞ പോലെ ഈ മോള് ശരിക്കും പറഞ്ഞ ഓരോ സീനും നമ്മൾ ചെയ്യുമ്പോൾ തൻഹയുടെ ആദ്യത്തെ പടമാണെന്ന് നമ്മൾ പറയത്തേയില്ല. ഈ കുട്ടിയിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഓരോ സീൻ ചെയ്യുമ്പോഴും ഞാനിങ്ങനെ അതിശയത്തോടെ ഞാനിങ്ങനെ നോക്കിയിരുന്നു, ദൈവം ഈ കൊച്ചിന്റെ ആദ്യത്തെ പടമാണോ ഇത്. കാരണം അത്ര മനോഹരമായിട്ട് മോള് ചെയ്തിട്ടുണ്ട്. ഓരോ സീനും ഇതിനകത്ത് ശരിക്കും സ്കോർ ചെയ്തിരിക്കുന്നത് കുരുവേന, അതിനകത്ത് ഒരു സംശയമില്ല. മോള് പറഞ്ഞത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ശരിക്കും മോൾക്ക് അഭിനയിക്കേണ്ടതായിട്ടൊന്നും വന്നിട്ടില്ല. കാരണം അവള് അനുഭവിച്ചിട്ടുള്ള ഓരോ സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഈ സിനിമയിൽ പറയുന്നത്. പ്രത്യേകിച്ച് ഒരുപാട് ഹൈറ്റ്സിലേക്ക് പോകേണ്ട ഒരു കുട്ടിയാണ്. കാരണം അവൾക്ക്
ഒരുപാട് ഡ്രീംസ് ഉള്ള ഒരു കുട്ടിയാണ് മോള് തൻഹ. അപ്പം എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ ഈ സമയത്ത് നേരാണ്. എനിക്ക് ഏറ്റവും വിഷമം തോന്നുന്ന ഒരു കാര്യം ഞങ്ങളുടെ സുധിച്ചേട്ടൻ കൂടെ ഉണ്ടാവണമായിരുന്നു ഈ സമയത്ത്. സുധിച്ചേട്ടൻ പ്രത്യേകം ഓർക്കുന്നു. എന്തായാലും മാർച്ച് 1 തിയേറ്ററിൽ വരെയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം. താങ്ക് യു. സുധിയുടെ ഫിസിക്കൽ പ്രസൻസ് ഇവിടെ ഇല്ലാന്നല്ല, പക്ഷെ ഞങ്ങളൊക്കെ മനസ്സിൽ ഹീസ് ദയർ. ബിക്കോസ് ആ ഷൂട്ടിംഗ് സമയത്ത് അത്ര രസിച്ചിട്ട് ഞങ്ങളുടെ കൂടെയായിരുന്നു കോമ്പിനേഷൻ. എനിക്ക് കുറേ സീക്വൻസ് ഉണ്ടായിരുന്നു, പാട്ട്. സോ ഞാനൊരിക്കലും സുധി ഇവിടെ തന്നെ ഉണ്ട്, നമ്മുടെ മനസ്സിലുണ്ട്. ആൻഡ് ഹീസ് ലിവിങ് വിത്ത് us in this film. സോ സുധിയുടെ ആ ഒരു ബ്ലെസ്സിങ് എപ്പോഴും ഈ പടത്തിലുണ്ടാവും. ആൻഡ് വി മിസ് ഹിസ് ഫിസിക്കൽ പ്രസൻസ്, പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്പിരിറ്റ് ഇസ് ഓൾവേസ് ദയർ. ഈ അവസരത്തില് നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് നടനും അതേപോലെ ഹാസ്യ കലാകാരനുമായ കൊല്ലം സുധിച്ചേട്ടനെ ഓർക്കുകയാണ്, വളരെ വിഷമത്തോടെ ഓർക്കുകയാണ്. കാരണം ഞാൻ നേരിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെയുണ്ട്. ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു അവസരത്തിൽ. എന്തായാലും വിനീതേട്ടന്റെ മുക്ത മാമൊക്കെ ഈ ഒരു കാര്യങ്ങൾ മെമ്മറി പറയുന്നുള്ളപ്പോൾ എന്തായാലും പ്ലീസ് കം. വളരെ സ്നേഹത്തോടെ നമ്മുടെ കൊല്ലം സുധിച്ചേട്ടനെ ഓർക്കുകയാണ്. എൻ്റെ ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. വീണ്ടും സുധിച്ചേട്ടനെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുവാതെ അറിയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ഈ സിനിമ എല്ലാവരും ഒരു എന്താ പറയുക, ഒരു വിജയമാക്കി തീർക്കണം. എല്ലാവരും പറഞ്ഞവർക്ക് കൂടുതലൊന്നും വേറെ പറയില്ല. താങ്ക് യു സോ മച്ച്. മോൾ തൻഹ സ്വന്തം ബയോപിക്കിൽ ഈ ചെറിയ പ്രായത്തിൽ അഭിനയിക്കാൻ സാധിച്ച ഒരു ഭാഗ്യവതി കൂടിയാണ്. പിന്നെ എന്നെ ഈ സിനിമയിലേക്ക് സജസ്റ്റ് ചെയ്തത് വിനീതേട്ടനാണ്. അപ്പോൾ ഡയറക്ടർ എന്നെ വിളിച്ചു പറഞ്ഞു, മണിക്കൂട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, വിനീതേട്ടനാണ് സജസ്റ്റ് ചെയ്തത്. ഞാൻ ഓക്കെ, താങ്ക് യു വിനീതേട്ടൻ, താങ്ക്സ്. എന്താണ് ക്യാരക്ടർ? ഇതിൽ വിനീതേട്ടനെയും മുക്തയുടെയും മകളെയും വിനീതേട്ടൻ്റെയും മുക്തയുടെ മകളെയും ഡാൻസ് മാസ്റ്റർ ആയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞേ, വിനീതേട്ടൻ എന്നെ ഡാൻസ് മാസ്റ്റർ ആയിട്ടോ? കാരണം നൃത്ത എന്താ പറയുക, രംഗത്തെ ഡാൻസേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും അതിലെ കിങ് ആണ് വിനീതേട്ടൻ. മലയാളത്തിനോ സൗത്ത് ഇന്ത്യ മൊത്തത്തിൽ, ഇന്ത്യ മൊത്തത്തിൽ തന്നെ അങ്ങനെ എടുക്കുമ്പോൾ ഒരു 10 പേരെടുക്കുമ്പോൾ അതിലൊരാളാണ് വിനീതേട്ടൻ. അതിലുപരി മുക്ത എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഡാൻസിന്റെ ക്യൂനെന്ന് വിശേഷിപ്പിക്കും. കാരണം വിശാൽ തന്നെ അന്തം വിട്ടുപോയിട്ടുണ്ട് മുക്ത ഡാൻസിന്. ഇവർ രണ്ടുപേരുടെ മോളെ ഡാൻസ് പഠിപ്പിക്കുന്ന മാസ്റ്റർ. കാരണം വിനീതനെ സംബന്ധിച്ച് ഒരു സ്റ്റെപ്പൊക്കെ ഇട്ട 2 o'clock എന്ന് പറഞ്ഞാൽ 2:10 ആവാൻ പാടില്ല, കൈ 2 o'clock തന്നെ നിൽക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഡാൻസ് പഠിക്കാനായിട്ടുള്ള ഭാഗ്യമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇവിടുന്ന് മാസ്റ്റേഴ്സ് പറഞ്ഞിരുന്ന സ്റ്റെപ്സ് അതേപോലെ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്നും കൂടെ വിനീതനെ ചോദിച്ചു, കാരണം വിനീതൻ്റെ ഡാൻസ് മാസ്റ്ററായിട്ട് ഒരുപാട് ആൾക്കാരെ പരിചയമുണ്ട്, ഞാൻ തന്നെ ചെയ്യണം. കാരണം എനിക്ക് ഇല്ല, ചേട്ടൻ പറഞ്ഞ് മണിക്കൂറിന് പറ്റുമെന്നുള്ളത്. അങ്ങനെ ഞാനിവിടെ വന്നിട്ട് ഫസ്റ്റ് സീനാണ് എടുത്തത്. സീൻ എടുത്തപ്പോഴാണ് തൻഹ കുരുവി അവിടെ ഒരു ഡാൻസ് സ്റ്റെപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവളിത് ഭയങ്കര ഡാൻസറാണല്ലോ. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോഴാണ് ഡയറക്ടർ പറയുന്നത് ഇത് മോളുടെ കഥ തന്നെയാണ്. ഇവർ രണ്ടുപേരുടെ ഡാൻസ് കൂടെ മോളുടെ ഡാൻസ്, അവരുടെ ഡാൻസ് മാസ്റ്ററായിട്ട് എന്നെ പ്രേക്ഷകൻ അംഗീകരിക്കണമെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ഉടൻ തന്നെ 2 ദിവസം അതിന് ഷൂട്ടിൻ്റെ ഗ്യാപ്പ് വന്നു. ഞാൻ നേരെ കുക്കു ഉണ്ടല്ലോ, നമ്മുടെ ഡാൻസ് മാസ്റ്റർ കുക്കുവിൻ്റെ കേസ് കോഡ് എന്ന് പറഞ്ഞ ഫ്ലോറിലാണ് നമ്മുടെ ഷൂട്ട്. പിന്നെ 2 ദിവസം ഞാൻ ആ 2 ദിവസം കുക്കുവിൻ്റെ അടുത്ത് പോയി ഡാൻസിനെ കുറിച്ച് കുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലൊന്ന് അഭിനയിച്ചത്. ഇതിന് പ്രേക്ഷകർ ഇതിൽ എന്നെ ഡാൻസ് മാസ്റ്ററായി കാണാൻ സാധിച്ചാൽ അതൊരു വലിയ സന്തോഷം. കാരണം വിനീതനാണ് റെക്കമെൻഡ് ചെയ്തത്. കാരണം അദ്ദേഹത്തിന് ചിത്തപ്പെരാൻ പാടില്ല. റെക്കമെൻഡ് ചെയ്തതോ സജസ്റ്റ് ചെയ്തതൊന്നും അല്ല. ഞാൻ ഈസ് എ വെരി വെരി ടാലന്റഡ് ആൻഡ് റെപ്യൂട്ടഡ് ആർട്ടിസ്റ്റ്. ഐ ആം നോബഡി ടു റെക്കമെൻഡ്. മണിക്കുട്ടൻ ഞാൻ പറഞ്ഞു ഇത് ഒരു ആക്ടർ ഹാസ് ടു ഡു ദിസ്. ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള കാര്യം. ഞാൻ പറഞ്ഞു ഇഫ് യു കെൻ ഗെറ്റ് മണിക്കുട്ടൻ, അദ്ദേഹം അത് accept ചെയ്യണം. Then you're lucky. That is what I said. I never suggested you. And that's what I'm saying. It was a blessing because it's not just about dancing. ഈ കുട്ടിക്ക് മോട്ടിവേഷൻ കൊടുത്ത് അവൾക്ക് കോൺഫിഡൻസ് കൊടുത്ത് കൂടെ തന്നെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആൻഡ് ദർ ഇസ് എ ലോട്ട് ഓഫ് പെർഫോമൻസ് ഓറിയന്റഡ് ആസ്പെക്ട് ആ ക്യാരക്ടറിൽ. സോ അത് ഒരു റിഫൈൻഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റ് ചെയ്താൽ മാത്രമേ
ദാറ്റ് സബ്ജക്ട് വിൽ എലിവേറ്റ്. അതിനാണ് ഞാൻ ജോഷിനോട് പറഞ്ഞത്. പ്ലീസ് ആസ്ക് ഹിം. I'm not suggesting or recommending nobody to do that. You are an extraordinarily talented actor. അങ്ങനെ പേര് വായിൽ വരുന്ന ഒരു ആക്ട്രസ് നമ്മളെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ സിനിമയെ കണ്ടു വളർന്നൊരു തലമുറയാണ്. അപ്പൊ ആ വായിൽ ആ മനസ്സിൽ നമ്മുടെ പേര് വരിക ഈ സിനിമാ ലോകത്തെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. അത് ഞാൻ എടുത്ത് തന്നെ പറയണം. താങ്ക് യു. പിന്നെ ജോഷി ചേട്ടൻ അദ്ദേഹവും കൂടെ എന്നെ സഹായിച്ചു. ഇതിൽ മെയിനായിട്ട് പറയേണ്ടത് വിപിൻ സാറിൻ്റെ കാര്യം എനിക്ക് എടുത്തു പറഞ്ഞു. കാരണം തിരുവനന്തപുരത്ത് ഞങ്ങളെ സിനിമാക്കാരിൽ ഏറ്റവും അറിയപ്പെടുന്ന അന്നത്തെ സമയത്ത് ഞാൻ ക്യാൻസർ വെച്ച് നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന രണ്ടുപേരെന്ന് അഴകപ്പ സാറും വിപിൻ സാറും. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇപ്പോഴും എൻ്റെ ഫോട്ടോ എടുപ്പുണ്ട്. ഞാൻ അവസരത്തിൽ എല്ലാ ദിവസവും രാവിലെ ചെന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ ദിലീപേണ്ട സിനിമ നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ലൊക്കേഷനിലൊക്കെ പോയി നിന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറേ കാലത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ അദ്ദേഹം ക്യാമറയുടെ പിന്നിൽ നിൽക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നിൽക്കാൻ സാധിച്ച വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു സാർ. ആൻഡ് വി ടി ഞാനൊക്കെ ഒന്നിച്ച് കൈലാഷം നമ്മൾ വി ടി നമ്മുടെ എഡിറ്റർ ഒക്കെ നമ്മൾ ഒരുമിച്ച് വളർന്ന ആൾക്കാരാണ് നമ്മുടെ ജനറേഷൻ. അപ്പോൾ വീണ്ടും എല്ലാവരുമായിട്ട് ഒന്നിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. എല്ലാ കൂടെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എല്ലാവർക്കും എൻ്റെ ആശംസകൾ. നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്നേഹം, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഇമോഷൻ കേരളക്കരയുടെ ഓരോ കുടുംബത്തിൻ്റെയും ഇമോഷൻ ആകാൻ സാധിക്കട്ടെ. മാർച്ച് 1 ശേഷം നിങ്ങൾ മകൾക്ക് നൽകുന്ന സ്നേഹം മാർച്ച് 1 ശേഷം കുരുവിക്ക് കേരളക്കര നൽകാൻ സാധിക്കട്ടെ. കാരണം ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഇവളുടെ ഈ മോളുടെ പ്രായത്തിൽ സിനിമ സിറ്റി പോയി കണ്ടതിൻ്റെ വീട്ടിൽ നിന്ന് അടിയിട്ടിട്ടുണ്ട്. അരി വാങ്ങിക്കാൻ പൈസ ഇല്ല, സിനിമയ്ക്ക് വയ്ക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടുന്ന ഓരോ ഭാഗ്യങ്ങൾ, ഓരോ കാര്യങ്ങൾ, ആ കുടുംബം നൽകുന്ന സപ്പോർട്ടിനെ മനസ്സിലാക്കി ആ തലമുറ അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ അവരെ ഒരു തലമുറ മുന്നിൽ നിൽക്കുന്ന എന്നെ സംബന്ധിച്ച്, ഒരു ചേട്ടൻ എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. എന്നെ ജോഷിയുടെ ഒരിക്കൽ കൂടി താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ജോഷി സാറ് ഡയറക്റ്റ് ചെയ്ത കുരിപ്പാപ്പിലെ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മണിക്കൂട്ട ചേട്ടൻ പറഞ്ഞു വിനീതേട്ടൻ്റെയും മുക്തയുടെയും മകളുടെ ഒരു കൊറിയോഗ്രാഫറായിട്ട് ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ട് അതിലും വലിയൊരു ടാസ്ക് ആയിരുന്നു എനിക്ക്. ആക്ച്വലി ഇവരുടെ ഒരു ജഡ്ജ്മെൻറ്റും കൂടി ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അതിനിപ്പോൾ പറയുന്നില്ല, കാരണം ജോഷി സാർ എന്നെ വഴക്ക് പറയും. സോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് വിനീത് സാറിനോട് വർക്ക് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ വിപിൻ സാറിനോട് വർക്ക് ചെയ്യാൻ സാധിച്ചു. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കൈലാഷേട്ടൻ, മണിക്കൂട്ടൻ ചേട്ടൻ, സന്തോഷേട്ടൻ എല്ലാവരോടും വർക്ക് ചെയ്യാൻ സാധിച്ചു. അതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കോള് വന്ന സമയത്ത് ഞാൻ തങ്കമണിയുടെ ലൊക്കേഷനിലാണ്. ഞാനും സന്തോഷേട്ടനെ അടുത്തിരിക്കുമ്പോഴാണ് എനിക്ക് ശരിക്കും ഈ ഒരു കോള് വരുന്നത്. അറിയുന്നില്ല സന്തോഷേട്ടൻ ഈ മൂവിയിൽ ഉണ്ടെന്ന്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് സന്തോഷേട്ടൻ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ കോമ്പിനേഷൻ ഇല്ലായിരുന്നു. സോ ഒരുപാട് സന്തോഷം. ഒരുപാട് വൈകി കുറേ നേരം സംസാരിച്ച് ഞാൻ ബോറാക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ മീഡിയാസിനും സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹം പ്രാർത്ഥനയും നമ്മുടെ കുരിപ്പാപ്പയ്ക്ക് ഉണ്ടായിരിക്കണം. യെസ്, ആക്ച്വലി വി ആർ സോ ബ്ലെസ്ഡ്. കാരണം നമ്മുടെ മുന്നിൽ ഒരു ലെജൻഡ് ഉണ്ട്, വിപിൻ മോഹൻ സാർ. എസ്പെഷ്യലി ഞാൻ ഇപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ഒരുപാട് സിനിമകളുണ്ട്. നമ്മൾ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള തലേണ മന്ത്രം, സന്ദേശം, അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ. കുരുവി പാപ്പയുടെ വിശേഷങ്ങൾ. ഒപ്പം എൻ്റെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആട്ടോ, എൻ്റെ ഒരു ഡൗട്ടാണ്. ഒരുപാട് സിനിമകളിൽ ശ്രീനിവാസേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ തിരിച്ചുവരവ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളെ, ഐ നോ ഹെൽത്ത് അത്ര ഓക്കെ അല്ല, ബട്ട് ആ ഒരു തിരിച്ചുവരവ് സാറും പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ശ്രീനിവാസൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്, അതിന് മാറ്റമൊന്നുമില്ല. പുള്ളി ഒരു തിരിച്ചുവരവ് ഉണ്ടെങ്കിൽ എനിക്ക് ഒരു തിരിച്ചുവരവ് ആവശ്യമില്ല. ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ പടം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എനിക്കൊരു ഓപ്പറേഷൻ വേണ്ടി വരും, ഹാർട്ട് ഓപ്പറേഷൻ. അത് ചെയ്തു. ഇപ്പം ഞാൻ ഓക്കെ. അതുകൊണ്ട് ഇനിയും ഷൂട്ട് ചെയ്യാൻ റെഡിയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പടത്തിൽ അഭിനേതാക്കളില്ല, അഭിനയിച്ചിട്ടില്ല ആരും, എല്ലാവരും ജീവിച്ചിരിക്കുകയാണ്. എസ്പെഷ്യലി കുരുവി. അടുത്ത വർഷത്തെ ഏറ്റവും നല്ല ചൈൽഡ് ആർട്ടിസ്റ്റ് നമ്മൾ കുരുവിയായിരിക്കും. പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്ന്. കുരുവി എന്നാണ് നമ്മൾ വിളിക്കുന്നത്, തനഹാന്ന് വിളിക്കാറില്ല. കാരണം കുരുവി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ആളാണ്. വളരെ കറക്റ്റായിട്ട് അവിടെ ആ പടം കൊണ്ടുപോയിട്ടുണ്ട്. അതെനിക്കറിയാം. നിങ്ങളും കാണുമ്പോൾ വിനീതിൻ്റെ കൂടെ ഒരുപാട് പടങ്ങളിൽ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും
അടുത്തുപോയത് ഈ സിനിമയിലാണ്. മുക്തയായാലും ശരി, മുക്ത എനിക്ക് ആദ്യം ഓർമ്മ വന്ന് ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ജോഷി വിളിച്ച് പറഞ്ഞു. അങ്ങനെ എല്ലാ എൻ്റെ സുഹൃത്തുക്കളും സഹോദരന്മാരുമാണ്. അതുകൊണ്ട് ഈ പടം ഞാൻ വർക്ക് ചെയ്തത് എനിക്ക് തോന്നുന്നില്ല. ഇവരൊക്കെ എന്തൊക്കെയോ ചെയ്തൊക്കെ ഞാൻ ക്യാമറ അത്രയേ ഉള്ളൂ. എന്തായാലും ദൈവം കൂടെ ഉണ്ടാവും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. സത്യം, ദൈവം കൂടെ ഉണ്ടാവും. ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. കുരുവിയുടെ അച്ഛനാണ് ബഷീർ, അത് മനസ്സിലായില്ലേ? അദ്ദേഹമാണ് ഈ സിനിമ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത ഇതിന്റെ പ്രൊഡ്യൂസറിൽ ഏറ്റവും പ്രധാനം. അദ്ദേഹത്തിന്റെ അത് വിനീതേട്ടനാണ് ആ കഥാപാത്രം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ജാസ്മിയുടെ ബ്രദറാണ്. ഇവർ ആംഗ്ലം പെങ്ങളും കൂടിയാണ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. ഇതാണ് ഫാദർ കണ്ടോ, അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ കൺഫ്യൂഷൻ ആയി പോയാണ്. അപ്പൊ ഇവര് സഹോദരന്മാരാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ സഹോദരന്റെ വേഷമാണ് ഞാൻ ചെയ്യുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ കുടുംബത്തിൽ വളരെ ആഗ്രഹിച്ച് ഇവർക്ക് കിട്ടിയ ഒരു കുഞ്ഞാണ് കുരുവി. അപ്പൊ അവർക്ക് ആ കുരുവിക്ക് ഒരുപാട് സൗന്ദര്യമുണ്ട്, ആ കുരുവിക്ക് ഒരുപാട് ഭംഗിയുണ്ട്, നന്മയുണ്ട്. അങ്ങനെയൊക്കെയാണ് എല്ലായ്പ്പോഴും നമുക്ക് എല്ലാ വീട്ടിലും ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ കാത്തിരുന്നുണ്ടാവുമ്പോൾ. പക്ഷെ എവിടേക്കോ അവർക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഓരോ സ്റ്റേജില് എവിടേക്കോ പല ഹേർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് ആരോടും ആരെയും ഓർമ്മിപ്പിക്കാനല്ല എനിക്ക് തോന്നിയത്, എനിക്കെങ്ങനെ മനസ്സിലാവുന്നത്. ഒരുപക്ഷെ നമ്മൾ ഈ വളരെ കാഷ്വലി പറയുന്ന ചില കമന്റുകൾ ഉണ്ടല്ലോ മറ്റൊരാളെ കുറിച്ച്, ഒരുപക്ഷെ അയാളുടെ നീളത്തെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ ഉയരക്കുറവായിരിക്കാം, അയാളുടെ നിറമായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ കുടുംബമായിരിക്കാം, എന്തെങ്കിലുമൊക്കെ നമുക്ക് അന്നേരത്തെ ഒരു നേരം പോക്കിന് പറയുന്നില്ല. പക്ഷെ അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എത്രയാണ് എന്നാണ് ഈ കുടുംബം ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് അവരൊരു ഏറ്റവും നല്ലൊരു ടൂളാണ് അവർ സിനിമ ആലോചിച്ചെന്നുള്ളത്. ഒരുപക്ഷെ അവർക്ക് വേണമെങ്കിൽ വേറെ ഏറ്റവും നല്ലൊരു ടൂളാണ് നിങ്ങളതിൽ ഉപയോഗിച്ചത്. അപ്പൊ ഈ സിനിമ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ആദ്യം ഇനി നമ്മൾ ആവശ്യമില്ലാത്ത ഒരാളുടെ കാര്യത്തിൽ കമന്റ് പറയരുത്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരാളുടെ കാര്യത്തിൽ വെറുതെ ഒരു തമാശെങ്കിലും ഒന്ന് ആലോചിച്ച് പറയണം എന്നൊക്കെയുള്ളൊരു തോന്നലാണ് എനിക്ക് സിനിമ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട സന്തോഷം, വിനീതേട്ടനോട് ഒരുപാട് പ്രാവശ്യം കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും വിനീതേട്ടനൊപ്പം ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. പിന്നെ ഇവിടെ മണിക്കൂട്ടനും വിനീതേട്ടനും മുക്തയൊക്കെ ഇവര് നൃത്തത്തെ കുറിച്ച് കുരുവിയൊക്കെ ഇരിക്കുന്നുണ്ട്. ആ ഏരിയ നമ്മൾ അങ്ങോട്ട് വിട്ടു, അത് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിരുന്നേ. സ്ക്രിപ്റ്റിന്റെ റൈറ്റേഴ്സിന്റെ ഇപ്പുറത്തോട് ഞങ്ങൾ ഇരുന്നതിന്റെ കാരണം അല്ല. പക്ഷെ ഈ സിനിമയിൽ ഞാനൊരു അഹങ്കാരം പറഞ്ഞോട്ടെ, 35 വർഷം ട്രെയിൻഡ് ആയിട്ട് ഉള്ള ഡാൻസർ വിനീതേട്ടനൊപ്പം 2 സ്റ്റെപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു അഹങ്കാരം ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു വലിയ സന്തോഷം, വിപിൻ മോഹൻ സാർ പോലെ നമ്മളൊക്കെ ഒരുപാട് സിനിമകൾ കണ്ടിട്ട് സിനിമ ആഗ്രഹിച്ചതൊക്കെ, അതിലെ പ്രധാനപ്പെട്ട സിനിമകളൊക്കെ ക്യാമറ ചെയ്തിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സിനെ കണ്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ക്യാമറയുടെ മുമ്പിൽ പോയി നിൽക്കാൻ പറ്റുന്നതാണ്. അതൊരു വലിയ അനുഭവമായിരുന്നു. എൻ്റെ നേരെ മുൻവശത്തെ മുറിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹത്തിനൊപ്പം അടുത്തിരുന്ന് ഒരുപാട് പഴയ അനുഭവങ്ങൾ അറിയാനും സംസാരിക്കാനും പറ്റി. ഒപ്പം വിനീതേട്ടനായിട്ടുള്ളൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടൈമാണ്. വിനീതേട്ടൻ പലപ്പോഴും പഴയ സിനിമകളുടെ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ, ഒരു പാട്ട് എങ്ങനെ എടുത്തത്, അല്ലെങ്കിൽ ഇന്ന ആക്ടർ എങ്ങനെയാണ് ആ സീൻ ചെയ്തത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലൂടെ പലപ്പോഴും ഞാനിങ്ങനെ മാറിയിരിക്കുമ്പോഴും ഓരോ ഷോട്ട് കഴിയുമ്പോഴും നീ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ പലപ്പോഴും വിനീതേട്ടൻ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചത്. പക്ഷെ ഒരിക്കലും മാറ്റി നിർത്താതെ നമ്മളെല്ലാം കൂടെ നിർത്തി ഒരു ടീമിനെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. വേറൊരു പ്രധാനം ഈ സിനിമയിൽ എനിക്ക് പേഴ്സണലി ഉള്ളത്, ഇവിടെ ഇന്നില്ല നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട സംവിധായകൻ ലാൽ ജോസ്. അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പോൾ എന്നെ മുക്തയുമൊക്കെ സിനിമയിലേക്ക് പരിചയപ്പെടുത്തിയത് ലാൽ ജോസ് സാറാണ്, അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിനൊപ്പം ഞങ്ങൾ എല്ലാവരും ഒരു സീനിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി, ഒരു ഇമോഷണൽ സ്പേസ് ഈ സിനിമയിൽ ഞങ്ങൾക്കുണ്ട്. ആ സമയത്താണ് ഞങ്ങളിത് ഭയങ്കര ഇമോഷണലായിട്ട് ലാലുവേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ലാലുവേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞ രസകരമായ സാധനം, വിനീതേട്ടൻ്റെ പല സിനിമകളുടെയും അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ലാൽ ജോസ് സാർ പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വിനീതിൻ്റെ അന്ന് ലാലുവേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ദിലീപേട്ടൻ്റെയും ലാലുവേട്ടൻ്റെയും ഒക്കെ ആരാധനയുള്ള അസൂയുള്ള അന്നത്തെ ഒരു യങ്സ്റ്ററാണ് വിനീതേട്ടൻ. ആ വിനീതേട്ടനൊപ്പം അവരൊരുമിച്ച്
അസോസിയേറ്റ് ഡയറക്ടറിൽ നിന്ന്, പിന്നെ ഡയറക്ടറായിട്ട് അവർ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ഒരുമിച്ച് ചെയ്തു എന്നൊക്കെയുള്ള ഇമോഷൻ അദ്ദേഹം ആ സമയത്ത് പറയേണ്ടത്. അങ്ങനത്തെ കുറേ ഇമോഷണൽ സ്പേസ് ഈ സിനിമയ്ക്കുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ജോഷി, നമ്മുടെ സംവിധായകൻ, ഒരു വലിയ സംവിധായകൻ, മലയാളത്തിലെ അനുഗ്രഹീതനായ ഒരാളുടെ പേരുള്ള ആളാണ്. വിനീതേട്ടനോടും കൈലാഷിനോടൊക്കെ വലിയ സ്നേഹം ഉണ്ടാവും. പക്ഷേ എൻ്റെ കഥാപാത്രത്തോട് ഇപ്പോഴും, അതുകൊണ്ട് വലിയ ലോകം പറയുന്നില്ല ലേഖനോട്, ഇപ്പോഴും ആ കലിപ്പ് മാറിയിട്ടില്ല. എന്നോടല്ല കേട്ടോ, ഒറിജിനൽ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് പേർക്ക് കൈലാഷൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ അതങ്ങനെ വേണ്ടായിരുന്നു, ഒന്നും അങ്ങനെ പറയേണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചില ഓർമ്മപ്പെടുത്തലുകൾ ഈ സിനിമ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചോദ്യം അല്ല, ഞാനൊരു ലാലേട്ടൻ്റെ അങ്ങനെയാണല്ലോ ഇപ്പൊ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലാലേട്ടൻ്റെ അച്ഛനാകാൻ പറ്റി എന്നുള്ളത് പ്രൗഡാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ട്രൗസർ ഇട്ട് നടക്കുമ്പോൾ കാണുന്ന ആക്ടേഴ്സാണ് അവരുടെയൊക്കെ. അപ്പോൾ അവരെ കൂടെയൊക്കെ അഭിനയിക്കാൻ സാധിച്ചു. അതിനപ്പുറം ലാലേട്ടൻ്റെ അച്ഛനാണെന്നൊക്കെ പറയുമ്പോൾ അത് ആൾക്കാർക്ക് അറിയില്ല ചെറിയ പ്രായത്തിലുള്ള കഥാപാത്രത്തിൻ്റെ അച്ഛനാണെന്ന്. പക്ഷെ പെട്ടെന്ന് പറയുക ലാലേട്ടൻ്റെ അച്ഛനാണ്, ദുൽഖറിൻ്റെ അച്ഛനാണ്. അപ്പോൾ ചില നാട്ടിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന വലിയ സ്നേഹം അതാണ്. പരിചയപ്പെടുത്തലും അങ്ങനെയാണ്. ഞാൻ ഒടിയൻ സിനിമയുടെ ലൊക്കേഷൻ പോയപ്പോൾ ഇതാ ലാലേട്ടൻ്റെ അച്ഛൻ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ ലാലേട്ടൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ലാലേട്ടൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്. ലാലേട്ടൻ തിരിച്ചുകൊണ്ട് എൻ്റെ അച്ഛനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹിന്ദിന്നോ അവിടെ നിന്നൊക്കെ വന്ന പ്രൊഡ്യൂസേഴ്സാണ്. പെണ്ണിങ്ങനെ നോക്കി ലാലേട്ടൻ കളിയാക്കി, ഇതാണ് എൻ്റെ അച്ഛൻ. അപ്പം അതൊക്കെ ഒരു മഹാഭാഗ്യമാണ്. കാരണം അവരുടെ പ്രത്യേകം പറഞ്ഞേ ലാലേട്ടൻ്റെ കൂടെ, മമ്മൂക്കയുടെ കൂടെ, ഇപ്പം വിനീതേട്ടൻ്റെ കൂടെ, വിപിൻ സാറിൻ്റെ കൂടെ ഇവരോടൊക്കെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ മഹാഭാഗ്യമായിട്ട് കാണുന്ന ആളാണ്. അത് കുഞ്ഞു വേഷമായിക്കോട്ടെ, വലിയ വേഷമായിക്കോട്ടെ, സിനിമയുടെ ഭാഗമായി മാറുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അത് ഏത് സിനിമയും, കാരണം ഏത് സിനിമയും നന്നാകണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ആ മഹാഭാഗ്യം ഇനിയും ഉണ്ടാകട്ടെ, തുടരട്ടെ. നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും എങ്ങനെയാ കരച്ചിട്ട് പിടിച്ചു നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം. ഇവരൊക്കെ എൻ്റെ പേരിങ്ങനെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ എൻ്റെ ലൈഫ് സ്റ്റോറി, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പല കാര്യങ്ങളും എന്നെപ്പോലെ അനുഭവിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ എല്ലാ കാര്യങ്ങൾ, കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ, നമ്മളുടെ കഴിവിനെ മുന്നോട്ട് കൊണ്ടുപോവുക. കളിയാക്കുന്നവർ നമ്മൾ ഒരിക്കലും മാറ്റാൻ പറ്റില്ല, പക്ഷെ നമ്മൾ മാറാം. അത്രേ ആ കാര്യം എല്ലാവർക്കും എന്നെപ്പോലെ കളിയാക്കൽ ഏറ്റവും അങ്ങനെ കുറേ പേർക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ സിനിമ എടുക്കാൻ എല്ലാവരും ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇരിക്കില്ലേ. പിന്നെ ഇതിൽ അഭിനയിച്ച സമയത്താണെങ്കിൽ തന്നെ എനിക്ക് എൻ്റെ സപ്പോർട്ടായിട്ട് എൻ്റെ ഉപ്പച്ചി ഉമ്മച്ചി എങ്ങനെയാണ് ഉണ്ടായത് അതേപോലെ തന്നെ മുക്തി ചേച്ചിയും വിനീതേട്ടനും എന്നെ ഫുള്ളായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. പിന്നെ ക്യാമറേൻ്റെ മുന്നിൽ ഞാൻ ഒറ്റയ്ക്ക്, ഇവരില്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ടുള്ളത് വിപിൻ സാറാണ്. ഞങ്ങൾ സെറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കിയിട്ടൊക്കെ കളിക്കുക. എന്നെ ഞാൻ കോസ്റ്റ്യൂം എന്തെങ്കിലും ഇട്ടിട്ട് വരുമ്പോൾ എൻ്റെ അടുത്ത് പറയും ഇതൊന്നും ഇട്ടിട്ട് വരാൻ പറ്റില്ല, പോയി മാറ്റിയിട്ട് വാ. അങ്ങനെ എന്നെ വഴക്ക് പറയും, അതേപോലെ തന്നെ സ്നേഹിക്കും. എനിക്ക് എന്താ ഭയങ്കര കംഫർട്ടായിട്ട് സെറ്റിൽ നിൽക്കാൻ പറ്റും. എനിക്ക് ഫുള്ള് ടെൻഷനായിരുന്നു ഇവരൊക്കെ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ. പക്ഷെ എന്നെ എന്താ പറയാ, സ്വന്തം മോളെ പോലെ രണ്ടുപേരും എന്നെ നോക്കി. നിങ്ങളൊക്കെ ആഗ്രഹിച്ചത് തന്നെ ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ. നിങ്ങളൊക്കെ മനസ്സിലുണ്ടല്ലോ ആരൊക്കെയോട് എന്തൊക്കെയോ പറയണമെന്നൊക്കെ. നിങ്ങളെ ഓരോ പ്രശ്നങ്ങളും, ബോഡി ഷേമിങ്ങിൻ്റെ കാര്യത്തിൽ, നരമ്പ് വേറെ എന്തിലും. അപ്പോൾ ഇപ്പം ഈ കുരിപ്പാപ്പാൻ്റെ മൊത്തം വിഷയം ഞാനിങ്ങനെ വിടുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ആ നന്നായി, നീയും എന്നെ വെള്ളപ്പാറ്റാന്ന് വിളിച്ച് ഓർമ്മ ഉണ്ടോ ചോദിച്ചു ചെറുതിന്. ഇപ്പോൾ എൻ്റെ പേരെടുത്തുനിന്ന് മാറി വെള്ളപ്പാറ്റയാണ് ഇപ്പോഴും. അപ്പം അവനിക്കത് എത്രത്തോളം വേദനിക്കുന്നുണ്ടല്ലേ. അപ്പം നമുക്കതൊന്നും വലിയ കണക്കിലൊന്നും എടുക്കുന്നില്ല, കുട്ടിക്കാലത്ത് നമുക്കെല്ലാം സംഭവിക്കുന്നത് തന്നെയാണ്. പക്ഷെ അത് എൻ്റെ മോള് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. ഒരു രക്ഷിതാവ് മോളോട് എങ്ങനെയാണ് കാണിക്കുന്നത് അതുപോലെ
കൊഞ്ചിച്ചും ലാളിച്ചും. അപ്പോൾ വൈഫ് ഇങ്ങനെ പറയും, ഓരോ ചെറിയ ചെറിയ കാര്യത്തിലും ബന്ധം തരം നോക്കൂല, പ്രശ്നം ഉണ്ടാക്കും, ആ സമയത്ത് പ്രശ്നം ഉണ്ടാക്കും. അപ്പം ഞാൻ അയാളോട് വഴക്കിടും. പിന്നെ ഇതൊക്കെ അങ്ങനെ വഴക്കിട്ടിട്ടുണ്ട് ഈ സിനിമയിൽ പല സ്ഥലങ്ങളിൽ. അപ്പോൾ ഞാൻ വഴക്കിടും. അവളത് സീരിയസ് ആയിട്ട് കൊണ്ടിരിക്കുന്നു. കാരണം അവളെ ജീവിതത്തിൽ കുട്ടിക്കാലത്ത് ഇതിങ്ങനെ തന്നെയാണ്, സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം മൈക്ക് എന്ന് പറഞ്ഞ പിടിക്കൽ ഇപ്പം ഒന്ന് തുടങ്ങിയത്, ഒരു സംസാരിക്കാൻ ആളെ മുന്നിലോ ഇങ്ങനെ വന്നിരിക്കലൊന്നും ഇല്ല. ഈ കുരുവിപ്പാപ്പയിലൂടെ അതും കൂടി എനിക്ക് അവളെ കോൺഫിഡൻറ്റും കൂടി പുറത്തിങ്ങനെ വരാനുള്ള ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. പിന്നെ അപ്പോൾ ഇത് നിങ്ങളെല്ലാം ആഗ്രഹിച്ച പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ആരോടെങ്കിലും പറയണം, ഇത് ആരോടെങ്കിലും അറിയിക്കണം, ഇത് പാടില്ല, ഇത് വേണ്ട, ആരും ജീവിതം ബാക്കോട്ടൊന്നും പോകണ്ട, അവരവരുടെ ജീവിതം അവരവർ തീരുമാനിക്കട്ടെ, ഒരാൾ കാരണമില്ല ഉണ്ടാക്കണ്ട. പക്ഷെ പറയാനും നല്ലൊരു പ്ലാറ്റ്ഫോം വേണം. പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ എന്താണ് ഷോർട്ട് ഫിലിം ആക്കണം, അല്ലെങ്കിൽ മൊബൈലിൽ ഒരു വീഡിയോ എടുത്തിട്ട് വിടണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അറിയിക്കേണ്ടത്? നാണക്കേടാണോ? അത് വീണ്ടും നാണക്കേടിലേക്ക് പോവുമോ? ഇതൊക്കെയായിരുന്നു ഞങ്ങളെ മനസ്സ്. നാണക്കേടാണെങ്കിലും എന്താണെങ്കിലും ഒരു കുട്ടിയെങ്കിലും നമ്മൾ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഒരു സിനിമ. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ഒരു കുട്ടിക്കെങ്കിലും ഞാനിനി ആരെയും കളിയാക്കൂല. അല്ലെങ്കിൽ കളിയാക്കട്ടെ, എൻ്റെ ഡ്രീമിലേക്ക് ഞാൻ എത്തുന്നു ഒരാൾ തീരുമാനിച്ചാൽ ഇതാണ് ഈ സിനിമൻ്റെ പമ്പേജ്. അതൊരു സംശയം വേണം പല കോലത്തിലും. പിന്നെ രക്ഷിതാക്കൾ തന്നെയാണെന്ന് തോന്നുന്നു കൂടുതൽ ബോഡി ഷെയിം ചെയ്യുന്ന കുട്ടികളെ. കാരണം സത്യം വെയിലത്തേക്കല്ലടാ, കറുത്തുകൂടാ, രക്ഷിതാക്കൾ തന്നെ ബോഡി ഷെയിമിങ് ചെയ്യുന്നുണ്ട് തോന്നുന്നു. അത് രക്ഷിതാക്കൾ നന്നാണെന്ന് ആഗ്രഹിക്കുന്നവരെ ഞാൻ ഇക്കാര്യത്തിൽ സത്യം കോൺഫിഡൻറ്റ് കൊടുക്കണം. ദൈവം തന്നതല്ലേ, അവർ തീരുമാനിക്കട്ടെ. മക്കൾ വലുതാകുമ്പോൾ മക്കൾ തീരുമാനിക്കട്ടെ. നമ്മളെ മക്കളായിട്ട് കൊണ്ടുപോവുക നല്ല രീതിയിൽ. ഇപ്പോഴും ഈ നിറത്തിന്റെ പേരിൽ പലരും അവഗണിക്കപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? There are so many issues in society. Not see, as they said, body shaming is a major issue. Like അത് നമ്മൾ പലരും അത് റിയലൈസ് ചെയ്യുന്നില്ല. ഒരു തമാശ പോലെ പറയാം, പക്ഷെ ഹൗ ഇറ്റ് ഹേർട്സ്, ആ ഇൻസൾട്ടഡ് ആവുന്ന ആൾക്കാർക്ക് അതൊരിക്കലും തമാശയില്ല. സോ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ആസ് യുനോ അത് ഇറ്റ്സ് നോട്ട് പ്രോപ്പർ എന്നുള്ളതാണ്. ടു ഹർ യു ഹാവ് നോ റൈറ്റ് ടു ഹേർട്ട് സംബഡി, ആൻഡ് യു കനോട്ട് അണ്ടർ എസ്റ്റിമേറ്റ്. അതാണ് ഇതിന്റെ അടിസ്ഥാനം. എന്താ വെച്ചാൽ ഒരാളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് കൊണ്ടോ ഒരു നിറമോ അതുകൊണ്ടൊന്നും ഒരാളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ്. അത് എസ്പെഷ്യലി ഞാനൊരു ഡാൻസ് ടീച്ചർ എന്ന നിലയിൽ ഞാൻ ഒരുപാട് അത് കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും ഇപ്പോൾ കുറച്ച് വീക്കായിട്ടുള്ള ഒരു കുട്ടി ആ ട്രെയിനിങ് അവരുടെ പാഷനുള്ളിൽ ഉണ്ടെങ്കിൽ, വീക്ക് എന്ന് പറഞ്ഞാൽ ഗ്രാസ്പ് ചെയ്യാൻ, അവർ ഫിസിക്കലി വിഷമങ്ങളുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ അവരങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡാൻസ് വരില്ല എന്നോ. ഇറ്റ് ഈസ് യുവർ പാഷൻ. ആ ഉള്ളിൽ എത്രത്തോളം അതിനോട് ഇഷ്ടമുണ്ടോ അത് ഗൈഡ് ചെയ്ത് അത് മോൾഡ് ചെയ്ത് ആ ആർട്ടിസ്റ്റിനെ ഉണ്ടാക്കുന്നതാണ്. അതാണ് കലയുടെ ഒരു ഭംഗി. ആ കലയുടെ സൗന്ദര്യമാണ്. അപ്പം ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട് ആ ലൈഫിൽ. അപ്പം അതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു സിനിമ എന്നൊരു വലിയൊരു സ്വപ്നം തൻ്റെ ലൈഫ് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ സ്ക്രീനിൽ കാണുമ്പോൾ കുറേ നമുക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരുമായിരിക്കും. പക്ഷെ ഫേസ് ചെയ്ത ചലഞ്ചസ് എപ്പോഴെങ്കിലും റീകളക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ അത് നല്ലതായിട്ട് നല്ലതെന്ന് തോന്നുന്നു. ഇപ്പോഴും അത് പിന്നെ എന്താ പറയുക, ഒരു ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു എന്നെ അവിടെ നിന്ന് കളഞ്ഞല്ലോ, എന്നെ അവിടെ നിന്ന് ഒഴിവാക്കിയല്ലോ, ആ ഒരു ഗിൽറ്റിനെസ് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ എന്തിനാണ് അപ്പോ വിഷമിച്ചേ, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. കാരണം അപ്പൊ എനിക്ക് പറഞ്ഞു തരാനൊരു പാരന്റ്സ് എന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റി. അതേപോലെ എന്നെപ്പോലെ നിൽക്കുന്ന എല്ലാവർക്കും എനിക്ക് കിട്ടിയ പോലത്തെ പാരന്റ്സിനെ കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തൊക്കെ നമ്മുടെ സമൂഹത്തിന് പോയി എന്ന് പറഞ്ഞാലും അത് പൂർണ്ണമായും പോയിട്ടൊന്നുമില്ല. ഇപ്പം നമ്മൾ ജാതി പോയി എന്ന് പറഞ്ഞാൽ ജാതി പോയിട്ടുണ്ടോ? ജാതിപരമായ ഒരുപാട് വേർതിരിവുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. നമുക്ക് വേണേൽ പറയാം മതമില്ല ജാതിയില്ല എന്നൊക്കെ പറയും. പക്ഷേ എങ്കിലും നമ്മളൊക്കെ അതിൻ്റെ പിറകിൽ പോകുന്നവരാണ്. അതുപോലെ ഇതുപോലെ ബോഡി ഷെയ്മിങ്ങും നിറത്തിൻ്റെ പേരിലൊക്കെ പല കളിയാക്കലുകളും മാറ്റി നിർത്തപ്പെടലുകളൊക്കെ ഇന്നും ഉണ്ട് എന്നുള്ളതാണ് ഈ സിനിമ കൊണ്ടും ഇവരുടെ ജീവിതം പറയാൻ ശ്രമിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെയുള്ള തുറന്നു പറച്ചിലുകളാണ് നമുക്ക് കേൾക്കേണ്ടതും സമൂഹത്തിന് നൽകേണ്ടതും.
അപ്പോൾ തുറന്ന പറച്ചിലുകൾ കൂടുതൽ ആൾക്കാർ കാണട്ടെ. പക്ഷെ വെറുതെ തുറന്ന പറച്ചിലുകളല്ല എനിക്ക് തോന്നുന്നു ഈ സിനിമ. ഇത് ഭയങ്കര ഒരു മോട്ടിവേഷൻ കൂടിയുണ്ട്. തളർന്നു കിടക്കുന്നിടത്ത് എങ്ങനെയാണ് ഉയർന്നു പോകാൻ പറ്റുക എന്നുള്ളത് അത് കൃത്യമായിട്ട് ആ കുട്ടി ചെയ്തു. അല്ലാതെ ഇതിൽ വേറെ ഒരു തരത്തിലെ നിറം പിടിപ്പിക്കലുകൾ ഉണ്ടായിട്ടില്ല. അവരുടെ അത് നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെ ഏതെങ്കിലും തരത്തിൽ ബാക്ക് ബെഞ്ചിലേക്ക് പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ വലിയൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഈ സിനിമ. ഇപ്പൊ ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ ചിലപ്പം എന്നെ തന്നെ കുറെ ആൾക്കാർ ചിലപ്പോൾ ബോഡി ഷേമിങ് ചെയ്യുമായിരിക്കും. ഞാൻ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മള് കല്യാണത്തിന് മുന്നേ ഉള്ള ഒരു ഫിഗർ അല്ല നമ്മളിപ്പോൾ. നമുക്കെല്ലാം ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ തന്നെയാണെങ്കിലും പെട്ടെന്ന് ഒന്നും വിചാരിച്ചിട്ടായിരിക്കില്ല പറയുന്നത്. പക്ഷെ ആ കേൾക്കുന്ന ആളത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരിക്കലും എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് തന്നെ അത് ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് കുഞ്ഞ് കുട്ടികളിലാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. ഇതേ പ്രായത്തിലുള്ള ഒരു 16-17 വയസ്സുള്ള കുട്ടികളിലാണ് കുറച്ചുകൂടെ കൂടുതൽ അത് എഫക്റ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ വീട്ടിൽ നിന്നേ അത് പറഞ്ഞ് മനസ്സിലാക്കണം. അതൊന്നെങ്കിൽ അത് മനസ്സിനകത്തേക്ക് കയറ്റുക, അല്ലെങ്കിൽ വിട്ട് കളയുക. അതൊരിക്കലും നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കരുത് എന്നുള്ളത് നമ്മുടെ പേരൻസ് തന്നെ മനസ്സിലാക്കി കൊടുക്കണമെന്നാണ് ഞാൻ എൻ്റെ മോളോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം. പുറത്തുള്ളവർ എന്തും പറഞ്ഞോട്ടെ, മോൾക്ക് അറിയാലോ എന്താണ് നീ എങ്ങനെയാണ് എന്നുള്ളത് അറിയാലോ. അതാണ് ഓരോ പേരൻസും പറഞ്ഞു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളൊരു ചെറിയ സിനിമയായിട്ട് തുടങ്ങിയതായിരുന്നു. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ ഇടയിലേക്ക് വിപിൻ സാറ് വരുന്നു, അതുപോലെ ലാൽജോ സാറ് വരുന്നു, വിനീത് സാറ്, മുക്ത മാം, അങ്ങനെ മണി, കൈലാഷ്, അങ്ങനെ എല്ലാവരും ഞങ്ങളുടെ ഇടയിലേക്ക് എത്തിപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് എന്തോ വലിയൊരു ഭാഗ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഈ സിനിമ കാണണം, ഞങ്ങളെ വിജയിപ്പിക്കണം.